ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അറേബ്യൻ ഡിസേർട്ട് ആയിട്ടുള്ള കുനാഫൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ക്രീമി കുനാഫയും കുനാഫ ഡോവും നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന രീതികളാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ആദ്യം കുനാഫ ഡോ തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തുകൊടുത്തിന്. അതിലേക്ക് 2 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് മൈദക്ക് 1 കപ്പ് കോൺഫ്ലവർ. നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്താൽ മതി. നിങ്ങൾ 1 കപ്പിലാണ് ചെയ്യുന്നെങ്കിൽ എല്ലാം ഇതിൻ്റെ നേരെ പകുതിയാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ പിന്നെ നമ്മളെ ഇന്ത്യൻ ഡെസേർട്ടായി പോകും ഇത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ മൈദ എടുത്ത അതേ 2 കപ്പ് അളവിൽ തന്നെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളെ ഈ റെസിപ്പിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫുള്ളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് നല്ല സ്മൂത്ത് ആക്കിയിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു ബൗളിലിട്ടിട്ട് എല്ലാം കൂടിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി. പക്ഷെ അതിലും സിമ്പിൾ നമ്മൾ മിക്സിയിൽ ചെയ്യുമ്പോഴാണ്. പിന്നെ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിന് ഇതിലേക്ക് അരിപ്പ് വെച്ചിട്ട് ഇതിലേക്കാണ് ഞാൻ ഈ അരച്ച മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് അരച്ചിട്ടൊന്ന് ആ ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവെല്ലാം ശ്രദ്ധിച്ചിട്ട് എടുക്കണേ. മൈദ എടുക്കുന്ന അതേ അളവിൽ വേണം വെള്ളവും നമ്മൾ എടുക്കാൻ. നോർമൽ വാട്ടർ ആട്ടോ എടുത്തത്. ഇനി ഇത് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം നല്ല സ്മൂത്തായിട്ട് നല്ല നൂല് പോലെ നമുക്ക് കിട്ടേണ്ടതല്ല. അപ്പോൾ ഇങ്ങനത്തെ പൈപ്പിംഗ് ബാഗ് എടുത്താൽ നമുക്ക് നല്ല നേരിയ ഡോ ആക്കിയിട്ട്, അതായത് നല്ല നേരിയ മാവാക്കിയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഈ മാവിലെ പകുതി ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുത്തണം. അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കവർ എടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു ഹോൾസ് ഇട്ടിട്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടുകൊടുത്തേ. ഇതിൽ നല്ല തിന്നായിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടെടുക്കാൻ. തിക്കായിട്ടല്ല, തിന്നായിട്ട് വേണം കട്ട് ചെയ്തിട്ടെടുക്കാൻ. ഇനി ഞാനൊരു വലിയ പാന് ഓട് തന്നെയാണ് ചൂടാക്കാണ്ട് വെച്ചത്. ഇത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കാം. കണ്ടില്ലേ, നല്ല നേരെ ടൈപ്പിലാണ് ഞാൻ ചുറ്റിച്ചെടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചൂടായ വാടനെ ഇതൊന്ന് ഇളകി വരും. അപ്പാടനെ നമുക്ക് എടുത്ത് മാറ്റാം. ഇത് കുറേ ടൈം ഇട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട. നമ്മൾ ഓട് നല്ല ചൂടായിട്ടല്ലോ ഇത്. അതിലേക്ക് ഇത് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതേപോലെ ഇളകിയിട്ട് വരും. അപ്പാടനെ നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിനാൽ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ഡോ ഹാർഡായി പോകും. സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ നമ്മൾ മൂടി വെക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചുറ്റിച്ചെടുക്കുക. ഇതിലൊരു പണിയായിട്ട് ഉള്ളൂ. കാരണം ഇത് ചുറ്റിച്ചെടുക്കുന്ന ഒരു ടൈം മാത്രമേ നമുക്കിതിന് വേണ്ടുള്ളൂ. പക്ഷെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് കുനാഫ ഡോ തയ്യാറാക്കാം. അപ്പോൾ ഇതെനിക്ക് 2 മീഡിയം വലിയ സൈസ് കുനാഫ ആക്കേണ്ട ഡോ ആണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയൊരു അളവാണ് വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അളവെല്ലാം അതിൻ്റെ നേരെ പകുതിയാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ സിബ്ലോ കവറിലോ ഇട്ടിട്ട് നമുക്ക് ഫ്രീസറിൽ കുറേ നാൾ സൂക്ഷിക്കാൻ കഴിയും കേട്ടോ. 2-3 ആഴ്ചകളോളം നമുക്കിത് സൂക്ഷിക്കാൻ കഴിയും. 2-3 ആഴ്ചകളോളം അതിനപ്പുറം സൂക്ഷിക്കാൻ കഴിയും നമുക്ക് അറിയില്ല, ഞാൻ വെച്ച് നോക്കിയിട്ടില്ല. നമുക്കിത് ഫ്രീസറിൽ ഇത് സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. നിങ്ങളിത് ഉണ്ടാക്കുന്ന ഒരു അരമണിക്കൂർ മുന്നേ ഇതെടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് എടുത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതെല്ലാം ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രീസ് ചെയ്യുന്നുണ്ട്. ഇനി കുനാഫ ആക്കാൻ വേണ്ടിയിട്ട് അതിൽ ക്രീമിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്ത് വെച്ചിന്. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചെടുക്കാം. ഇനി സൈഡിൽ ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട്. ഇനി പിന്നെ ഈ ക്രീമിലേക്ക് ഒരുപാട് മധുരം വേണ്ട, കാരണം നമ്മൾ ഷുഗർ സിറപ്പെല്ലാം ഒഴിക്കുന്നല്ലേ. അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ ഷുഗർ മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സാക്കി വെച്ച് ഈ കോൺഫ്ലവർ മിക്സില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് കൈവിടാണ്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. എന്നിട്ട് ഇത് നല്ലോണം മിക്സാക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഒന്ന് നല്ലൊരു ക്രീമി ആകുന്നവരെ ഒന്ന് കുറുകിയിട്ട് കിട്ടും. കണ്ടില്ലേ, ഇത് തിക്കാൻ തുടങ്ങി. കുറച്ച് നല്ല ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ 1 കപ്പിലെല്ലാം അധികമാണ്. നല്ലൊരു തിക്നെസ് നമുക്ക് എന്തായാലും കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ക്രീം ചീസാണ്. ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിക്കായിട്ട്
നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് വന്നിന്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി കുനാഫ ആക്കാനായിട്ട് ഞാൻ ആ ഡോന്ന് നേരെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ക്വാണ്ടിറ്റി കുറച്ച് അധികം, നമുക്ക് രണ്ട് കുനാഫ ആക്കേണ്ട ഡോന്ന് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നേരെ പകുതി എടുത്തിട്ട് നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു തിക്നെസ്സിൽ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയ കുനാഫ ആണെങ്കിൽ ഇതിൻ്റെയും പകുതി ഡോയെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുനാഫയുടെ നല്ല നൂല് പോലെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഇപ്പം ഞാൻ എല്ലാം യോജിപ്പിച്ചിന്. എന്നൊരു പാൻ എടുത്തിട്ട് ഇതിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓവനിലാണെങ്കിൽ ഓവനിൽ ചെയ്യാം. ഞാൻ ഇതേപോലത്തെ പാൻ എടുത്തിട്ട് ഇതിലേക്കൊന്ന് ചെറിയ കഷ്ണം 1/4 ടീസ്പൂണ് ബട്ടർ ഒന്ന് നമുക്ക് കൈ കൊണ്ട് അടിഭാഗത്തൊന്ന് പുരട്ടിക്കൊടുക്കാം. ഇനി ഈ ഡോന്ന് നേരെ പകുതി എടുത്തിട്ട് നമുക്കൊരു ലെയറാക്കിയിട്ട് അങ്ങ് വെച്ചു കൊടുക്കാം. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് ഒരു വട്ടത്തിൽ അങ്ങ് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ച ക്രീം ഒന്ന് ഒഴിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചെറിയ കുനാഫ വേണമെങ്കിൽ ഈ ക്രീം നമുക്ക് ചെറിയ കുനാഫയിൽ 2 കുനാഫ ആക്കിയിട്ട് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എടുക്കണമെന്നില്ല. നിങ്ങളെ വീട്ടിൽ ഉള്ള ആൾക്കാരുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറയ്ക്കുകയോ കൂട്ടുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് നമ്മളെ വീട്ടിൽ കുനാഫ തയ്യാറാക്കാൻ സാധിക്കും. ഇനി ബാക്കിയുള്ള ഡോ എടുത്തിട്ട് നമുക്ക് ആ ക്രീം കവറാകുന്ന രീതിക്ക് ഒന്ന് വെച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു സിലിക്കോൺ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുത്തണം. ഇനി ഇത് നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. സൈഡൊന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ സൈഡിൽ കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ആക്കി കൊടുത്തിന്. നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതൊരു കളറ് ചേഞ്ച് ആക്കിയിട്ട് കിട്ടിന്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം അയക്കാനാൽ തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗം നമുക്ക് കളർ ചേഞ്ച് ആക്കിയിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിന് കേട്ടോ. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തന്നെ നമുക്ക് കളർ ചേഞ്ച് ആവുന്ന വരെ വെക്കാം. ഇനി ഇതിൽ വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് തന്നെ വെള്ളയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഇതൊരു ഒരു തിക്കായിട്ടൊരു നല്ല തിളച്ച് വരുമ്പോൾ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയുന്നല്ലേ. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ട് കുറച്ചൊന്ന് കുറുകി വന്നാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ ഏലക്കായ നിങ്ങൾക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല ക്രീമി ആയിട്ടുള്ള കുനാഫ ആയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടെടുത്തത്. ഇത് ചൂടോടുകൂടിയിട്ട് തന്നെ നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റാക്കിയിട്ട് എടുക്കാം. ഈ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ടാകുന്ന ഞാൻ ക്രീമിൽ 2 ടീസ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് ഈ ഷുഗർ സിറപ്പിൻ്റെ മധുരം മാത്രം നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു പിസ്ത ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാനും മേൽഭാഗത്ത് ഇട്ട് കൊടുത്തിന്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റും പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുനാഫ കേട്ടോ. ഒരുപാട് നേരം ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്യണ്ട. ഞാൻ പറഞ്ഞ പോലെ 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ കളർ മാറിയിട്ടൊന്ന് കിട്ടും. കളർ മാറിയ ഉടനെ ഒന്ന് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കളർ ചേഞ്ച് ആക്കിയിട്ട് എടുക്കുന്നവരെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. പിന്നെ അവർ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിന്. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ കുനാഫ തയ്യാറാക്കി വെക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി വെക്കുക. പിന്നെ കുനാഫയുടെ ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തയ്യാറാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.